ലഅല്ലഹും യതദറഊൻ. നബിയെ, അങ്ങേക്ക് മുമ്പും എത്രയോ പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട് നബിയെ. വലഖദ് അർസൽനാ വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. താക്കീതുകാരയക്കാത്ത ഒരു സമൂഹവും ഉണ്ടായിട്ടില്ല നബിയെ. അങ്ങേക്ക് മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അല്ലാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ അംബിയാ അവതരിച്ചിട്ടുണ്ട്. فأخذناهم بالبأساء والضراء. കടുത്ത പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? നബിയെ വിശ്വസിച്ചവർക്ക്, അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക്. എന്തിനല്ല? ലഅല്ലഹും യതദറഊൻ. അവർ അല്ലാഹുവിലേക്ക് താണുകേണ് തിരിച്ചു വരാൻ വേണ്ടി, അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി കടുത്ത പരീക്ഷണങ്ങൾ നാം കൊടുത്തിട്ടുണ്ട്. കടുത്ത പരീക്ഷണങ്ങൾ നാം മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ പ്രയാസം വരുമ്പോഴേക്കും അങ്ങ് ക്ഷീണിച്ചു പോകരുത്. പടച്ചോനെ, ഞാനിപ്പോ റമദാൻ മാസം മുമ്പ് നോക്കുന്നു, റമദാൻ കഴിഞ്ഞാലും വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പെടുക്കുന്നുണ്ട്. യാ റബ്ബ്, എന്റെ കടത് വരെ വീടിട്ടില്ലല്ലോ പടച്ചോനെ. ഞാൻ എന്നും അദ്ദാദറാത്തി ഓതുന്നുണ്ട്, എല്ലാ ദിക്റും ഔറാദുകളും ഒക്കെ ഉണ്ട്, യാസീൻ ഓതുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. യാ പടച്ചോനെ, എൻ്റെ കുട്ടികൾ എപ്പോഴും കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, എൻ്റെ മക്കൾക്ക് ഇപ്പോഴും കല്യാണം ആയിട്ടില്ലല്ലോ. എന്നാൽ അള്ളാഹുവിനെ പറ്റി ഒരു ബോധമില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ, അവരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നില്ലേ വളരെ ഭംഗിയായി. എന്താ പടച്ചോനെ ഞാനിങ്ങനെ കുടുങ്ങിപ്പോയത്? ഇങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുതേ. അമ്പിയാക്കന്മാർ വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ്. ഭൂമി കിടന്ന് വിറച്ചിട്ടുണ്ട്. حتى يقول الرسول والذين آمنوا معه متى نصر الله. അമ്പിയാക്കന്മാരും മുഅ്മിനീങ്ങളും ചോദിച്ചു പോയിട്ടുണ്ട്, മതാ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം വരുന്നത്? അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്. അല്ലാഹുവിന്റെ സഹായം അടുത്തുണ്ട്. ഞാൻ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ലഅല്ലഹും യതദറഊൻ. നിങ്ങൾ അല്ലാഹുവിലേക്ക് താണുകയാണ്, ഖേദത്തോടുകൂടെ തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കാൻ കടുത്ത പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. നമുക്കും വരും. ആ പരീക്ഷണങ്ങളൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് അല്ലാഹു നമുക്ക് നൽകട്ടെ. അത് സമൂഹത്തിലാവാം, സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ മാനസികമായ പിരിമുറുക്കം, മാനസികമായ പ്രയാസങ്ങൾ, പരസ്പരമുള്ള തമ്മിൽ തല്ലുകൾ, പരസ്പരമുള്ള വിദ്വേഷം, ഇങ്ങനെയൊക്കെ തുടങ്ങി കുടുംബത്തിലും വ്യക്തിയിലും ഒക്കെയായി പരീക്ഷണങ്ങൾ. ലഅല്ലഹും യതദറഊൻ. അല്ലാഹുവിലേക്ക് താണുകയാണ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ. അല്ലാഹുവിന്റെ തർബിയത്തിന്റെ രീതിയാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. എങ്ങനെയാണ് ഒരു സമൂഹത്തെ അല്ലാഹു നന്നാക്കിയെടുക്കുന്നത്? ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വന്നപ്പോഴെന്തേ അവർ അല്ലാഹുവിലേക്ക് താണുകേണ് വരാതിരുന്നത്? പ്രയാസങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ എന്തേ അല്ലാഹുവിലേക്ക് അവർ മടങ്ങാതിരുന്നത്? വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ. അവർ ചെയ്യുന്നത് തന്നെ ശരിയെന്ന് പിശാച് അവർക്ക് ഭംഗിയാക്കി കൊടുക്കുകയും ചെയ്തു. പിശാച് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അങ്ങനെ ചെയ്തേക്കണം, നിർത്തണ്ട, അങ്ങനെ തന്നെ പോവട്ടെ എന്ന് പിശാച് പറഞ്ഞു. പരീക്ഷണം കൊടുത്തു നന്നാവാൻ, നന്നായില്ല. ഇനി എന്ത് ചെയ്യും? فلما نسوا ما ذكروا به فتحنا عليهم أبواب كل شيء. അല്ലാഹു ഏതൊന്ന് ഓർമ്മിപ്പിക്കാനായിരുന്നോ പരീക്ഷണങ്ങൾ കൊടുത്തിരുന്നത്, ആ വിഷയങ്ങൾ ജനങ്ങൾ മറന്നുപോയപ്പോ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ, എല്ലാ സുഖങ്ങളുടെയും വാതിലുകൾ അല്ലാഹു അവർക്ക് തുറന്നു കൊടുത്തു. പരീക്ഷണം കൊടുത്തു നന്നാവാൻ വേണ്ടി, നന്നായില്ല, പിന്നെ എന്ത് ചെയ്യുന്ന? അവരെ നശിപ്പിക്കുന്നതാണോ? അല്ലല്ല, എല്ലാ സുഖത്തിന്റെയും വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുത്തു. കള്ളുടിക്കാനും വ്യഭിചരിക്കാനും തോന്നിവാസം ചെയ്യാനും അതിനുള്ള എല്ലാ ഡിവൈസുകളും എല്ലാ സാഹചര്യങ്ങളും നെറ്റ്വർക്കുകളും ഒക്കെ അല്ലാഹു കൊടുക്കും. ഇനി നിങ്ങളൊന്ന് സൂക്ഷിച്ചേക്കണം. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി. ഏതൊരു വിഷയം
ഓർമ്മിപ്പിക്കാനായിരുന്നുവോ അള്ളാഹു അവർക്ക് പരീക്ഷണങ്ങൾ കൊടുത്തത്? അതവർ ഓർക്കാതെ വന്നപ്പോൾ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ശൈ, എല്ലാ സുഖങ്ങളുടെയും കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുത്തു. ഹത്താ ഇദാ ഫരിഹു ബിമാ ഊതു, അവർക്ക് നൽകപ്പെട്ടതിൽ സന്തുഷ്ടരായി മതിമറന്ന് ജീവിക്കുമ്പോൾ അഖദ്നാഹും ബഗ്തതൻ, വളരെ പെട്ടെന്നാണ് നാം അവരെ പിടികൂടുന്നത്. വളരെ പെട്ടെന്ന് അല്ലാഹു പിടിക്കും. ഫഇദാഹും മുബ്ലിസൂൻ, അവർക്ക് പിന്നെ രക്ഷപ്പെടാൻ സാധ്യമല്ല. വളരെ പെട്ടെന്ന് പിടിക്കും. ഇത് അല്ലാഹു ഒരു സമൂഹത്തെ എങ്ങനെയാണ് അല്ലാഹു തർബീത്ത് ചെയ്യുന്നതെന്ന്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് അല്ലാഹു പഠിപ്പിക്കുന്ന ഭാഗമാണ്. പരീക്ഷണം തന്നെ നന്നായില്ലെങ്കിൽ സുഖം കൊടുക്കുന്നതാണ്. നമ്മൾ വിചാരിക്കേണ്ട സുഖം ഉണ്ടാവുന്നത് അല്ലാഹുവിന്റെ ഇഷ്ടം കൊണ്ടാണ് അല്ലല്ലോ. ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന അശദ്ദന്നാസി ബലാഅനിൽ അംബിയാ, അമ്പിയാക്കന്മാർ അനുഭവിച്ച പോലെ പ്രയാസങ്ങൾ നമ്മളാരും അനുഭവിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദുൽ അംബിയാഇ വൽ മുർസലീൻ അനുഭവിച്ചതുപോലെയുള്ള ത്യാഗം നമ്മളാരും അനുഭവിച്ചോ? ഉലിദ യതീമൻ, ജനിക്കുമ്പോഴേ യതീമാണ്. 6 വയസ്സാകുമ്പോൾ ഉമ്മ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 40 വയസ്സിന്റെ നുബുവത്തിന്റെ ഘട്ടമെത്തിയപ്പോൾ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായല്ലോ. അവിടുത്തെ മക്കളിൽ 7 മക്കളിൽ 6 മക്കളെയും സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത ഉപ്പയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന ഒരു മോളല്ലാതെ ബാക്കി എല്ലാ ആൺമക്കളും പെൺമക്കളും വാപ്പയായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ മരിച്ചുപോയവരാണ്. അങ്ങനൊക്കെ അനുഭവിച്ചവർ നമ്മളിലുണ്ടോ? സ്വന്തം എല്ലാ മക്കളും ഒരു മോളൊഴികെ 7 മക്കളിൽ 6 പേരും വാപ്പ ജീവിച്ചിരിക്കെ മരിച്ചുപോയതാണ്. ഹബീബിന്റെ കുടുംബം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയൊന്നും നമ്മളാരും അനുഭവിച്ചിട്ടില്ലല്ലോ. സമൂഹത്തിൽ നിന്നേറ്റ പ്രയാസങ്ങൾ വേറെയും. കാലിന്ന് ചോര വന്ന് ത്വായിഫുകാരെറിഞ്ഞോടിച്ചപ്പോഴാണ് അല്ലാഹുവേ ഇലൈക അഷ്കൂ ഖില്ലത ഹീലതി വഹവാനി അലന്നാസ്, അല്ലാഹുവേ എന്റെ പ്രയാസങ്ങൾ നിന്നെ ബോധിപ്പിക്കുന്നു. അല്ലാഹ് വഹവാനി അലന്നാസ്, ഞാൻ നിസ്സാരനായി പോയതും നിന്നെ ഞാൻ ബോധിപ്പിക്കുകയാണല്ലോ. നബിതങ്ങൾ ഹാഷിമിയാണ്, ഒരു ഗിഫാരിയല്ല. നബിതങ്ങൾ മുത്തലിബിയാണ്, മറ്റേതെങ്കിലും ഗോത്രങ്ങളിൽ നിന്ന് വന്നവരോ തെമീമിയോ കൽബിയോ അല്ല. മുത്തലിബിയായ ഹാഷിമിയായ ഖുറശിയായ നബിതങ്ങളെയാണ് കല്ലെടുത്ത് എറിഞ്ഞോടിച്ചത്. ആ സമയത്തും നബിതങ്ങളുടെ ദുആ എത്ര മനോഹരമാണ്. അല്ലാഹുവേ ഇലൈക അഷ്കൂ, എന്റെ പ്രയാസം നിന്നെ ബോധിപ്പിക്കുന്നു റബ്ബേ. ലക്കൽ ഉത്ബാ ഹത്താ തർളാ, നീ ഇഷ്ടപ്പെടുന്നവരെ നിനക്ക് തന്നെയാണ് സ്തുതി. അല്ലാഹ് ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, അല്ലാഹുവേ നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല. ഇല്ലം യകും ബിക ഗളബുൻ ഫലാ ഉബാലി, നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ അല്ലാഹുവേ എനിക്കത് പ്രശ്നമല്ല. അഊദു ബിനൂരി വജ്ഹികല്ലദീ അശ്റഖത് ബിഹിൽ ളുലുമാത് വസലുഹ അലൈഹി അംറുദ് ദുനിയാ വൽ ആഖിറഹ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ വജ്ഹിന്റെ നൂറിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു റബ്ബേ, നിന്റെ കോപം എനിക്ക് വരരുതേ അല്ലാഹ്, നിന്റെ ദേഷ്യം എനിക്ക് വരരുതേ പടച്ചവനെ. പരീക്ഷണങ്ങളും വിഷമങ്ങളും എനിക്ക് താങ്ങാവുന്നതാണ്. നിനക്ക് ദേഷ്യമില്ലെങ്കിൽ ഈ ഏറുകൊണ്ടത് ഞാൻ സഹിക്കാൻ പടച്ചവനെ, ഈ അപമാനം ഏറ്റത് ഞാൻ സഹിച്ചോളാം റബ്ബേ, നീ എന്നോട് ദേഷ്യപ്പെടരുത്. ആര് പ്രാർത്ഥിച്ചു? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പരീക്ഷണം വരുമ്പോഴും അങ്ങനെയാണ്. നിനക്ക് ദേഷ്യമില്ലെങ്കിൽ അല്ലാഹുവേ എനിക്ക് പ്രശ്നമില്ല. ലഅല്ലഹും യതദറഊൻ, അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ പരീക്ഷണം തന്ന് നന്നാക്കാൻ നോക്കിയേക്കും. നെറ്റിയിൽ ചോര പൊടിഞ്ഞ് നബിയുടെ മുമ്പിലേക്ക് വരുന്ന സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചുവല്ലോ, എന്തു പറ്റി? യാ റസൂലല്ലാഹ്, നബിയേ, ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഞാൻ കണ്ട് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ വഴിയിൽ കണ്ടപ്പോ ഞാൻ അവളോട് മിണ്ടിയില്ല, ഞാൻ അവളോട് സലാമും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൾക്ക് എന്നെ അറിയാം, എനിക്ക് അവൾ അറിയാം.
ജാഹിലിയത്തിലുള്ള പ്രേമബന്ധമുണ്ട്. നബിയെ ഞാൻ മുസ്ലിമാണ്, അവള് മുസ്ലിമല്ല. അവൾ ഇങ്ങനെ പോകുമ്പോ ഞാനൊന്ന് നോക്കി നബിയെ, എന്റെ കണ്ണുകൾ എടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നോക്കി നോക്കി നടന്ന് അവൾ തിരിഞ്ഞു നടന്നപ്പോഴും ഞാൻ അവളുടെ പിറകെ നോക്കി ഇങ്ങനെ മുന്നോട്ട് നടന്ന് മുമ്പിലുള്ള മതിലിൽ പോയി ഇടിച്ച് ആ ഇടി കൊണ്ടുണ്ടായ മുറിവാണ് നബിയെ എന്ന് നബി തങ്ങളോട് പറഞ്ഞപ്പോഴാ അഷ്റഫുൽ ഖൽഖ് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അജ്ജല ഉഖൂബതഹു ഫിദ്ദുനിയാ. ഒരു മനുഷ്യൻ അല്ലാഹു വലിയ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ചെയ്തുപോയ തെറ്റുകൾക്കുള്ള ശിക്ഷ ഇവിടെ തന്നെ അല്ലാഹു കൊടുക്കും. അപ്പൊ ആ വന്ന മുറിവ് ആ നോക്കിയതിന്റെ ശിക്ഷയായിരുന്നു. ലഅല്ലഹും യതദറഊൻ, അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ വേണ്ടി അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങള്. മുഅ്മിനീങ്ങൾ അങ്ങനെയാ മനസ്സിലാക്കുക. നമ്മുടെ സലഫുസ് സ്വാലിഹീങ്ങൾ പറയാറുണ്ട്, ഞാനും എന്റെ റബ്ബും തമ്മിലുള്ള ബന്ധം എന്റെ വാഹനം നോക്കിയാൽ എനിക്ക് മനസ്സിലാവുന്നു. എന്റെ വാഹനത്തിൽ കയറി നടക്കുമ്പോ എന്റെ വാഹനം ഒന്ന് ഇടറുകയോ ഒന്ന് കുടയുകയോ അല്ലെങ്കിൽ എനിക്കൊരു കംഫർട്ടബിൾ ആയിട്ട് അതിന്റെ പുറത്ത് സഞ്ചരിക്കാൻ പറ്റാതെ വന്നാൽ ഞാൻ മനസ്സിലാക്കും, ഞാനും പടച്ചവനും തമ്മിൽ എന്തോ ഒരു സംഗതി ഞാൻ പിഴവ് ചെയ്തിട്ടുണ്ട്. എന്റെ മക്കളുടെയും ഭാര്യയുടെയും സ്വഭാവം കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാനും അല്ലാഹുവും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്.